ഹായ്, അപ്പോൾ എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറച്ചായി, ചെറിയൊരു ഗ്യാപ്പ് വന്നുപോയി, ചെറിയൊരു തിരക്കിലായിരുന്നു. നമ്മൾ നിൽക്കുന്ന സ്ഥലം കണ്ടോ, അടിപൊളി ഒരു തേയിലത്തോട്ടമാണ്. നമ്മളെ വയനാട് തന്നെയാണ്. നമ്മളെ വീടിൻ്റെ അവിടുന്ന് ഒരു 10-12 കിലോമീറ്റർ ഇപ്പുറമാണ്. നമ്മൾ രാവിലെ ഇറങ്ങിയാണ്, ബൈക്കിന് ഇറങ്ങിയാണ്. വേറെ ആളും കൂടി ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇവിടെ ഒരു ചായക്കട ഉണ്ടായിരുന്നു, ഒരു നൈസ് ചായക്കട ഉണ്ടായിരുന്നു. പക്ഷെ അത് തുറന്നിട്ടില്ല. ഇന്ന് ഞായറാഴ്ചയൊക്കെയാണ്, അപ്പോൾ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ രാവിലെ തുറന്നിട്ടില്ല. നല്ല തണുപ്പുണ്ട്, അതുകൊണ്ടാണ് സ്വെറ്ററൊക്കെ ഇട്ട് ഇറങ്ങിയത്. അപ്പോൾ പിന്നെ ഞങ്ങൾ വെറുതെ ഒന്ന് ഇറങ്ങിയാണ്. ഞാൻ ആളെ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ആള്. പെട്ടെന്നായിരുന്നു, കല്യാണമൊക്കെ ഒന്ന് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ക്യാമറയിൽ വരാൻ വലിയ താല്പര്യമൊന്നുമില്ല, എന്നാലും ഞാൻ കൊണ്ടുവരും. അപ്പോൾ പേര് അനു. ഓളിഞ്ഞി ഉണ്ടാവും അപ്പോൾ എൻ്റെ ഒപ്പം. ഞങ്ങൾ വെറുതെ ചുമ്മാ ഇറങ്ങിയാണ്. അപ്പോൾ ഈ റൂട്ടിന് ഇനി മേപ്പാടി ഒന്ന് കയറാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. മേപ്പാടി ആ റൂട്ടൊക്കെ ഒന്ന് വെറുതെ കറങ്ങാമെന്ന് വിചാരിച്ച് ഇറങ്ങിയാണ്. പ്രത്യേകിച്ച് സ്പോട്ടൊന്നും കണക്കാക്കിയിട്ടില്ല. കുറേ നാളത്തെ ഗ്യാപ്പ് വന്നതുകൊണ്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് ഇറങ്ങിയാണ്. കേട്ടോ നമ്മൾ സ്ഥലം ഇതാണ് നമ്മൾ പറഞ്ഞ ചായക്കട. ചായക്കട തുറന്നിട്ടില്ല. അടിപൊളി സ്ഥലമാണ്. നിങ്ങളൊരു ബാൻഡിൻ്റെ ഒച്ചയൊക്കെ കേൾക്കുന്നുണ്ടോ? ഇവിടെ എന്തോ എഴുന്നള്ളത്ത് പോലെ എന്തോ വരുന്നുണ്ട്. അമ്പലത്തിൽ നിന്ന് തെറ്റാന്ന് തോന്നുന്നത്. ഞങ്ങളെന്തായാലും ഇവിടുന്ന് നല്ല വീട്ടാണ്. ചായ എന്തായാലും ഇവിടുന്ന് കിട്ടൂല. അപ്പോൾ ഇനി അടുത്ത സ്റ്റോപ്പിൽ ഒറ്റ നിർത്തി ചായ കുടിക്കണം. നല്ല ചൂടായി വരുന്നുണ്ട് വെയിലിന്. അപ്പം നല്ല സ്കൂട്ടാവട്ടെ. ഞങ്ങളപ്പോൾ ഇവിടുന്ന് പോവാണ്. അത്യാവശ്യം നല്ല വെയിലിനൊക്കെ ചൂടായിട്ടുണ്ട്. ജാക്കറ്റൊക്കെ വിൽക്കുവാറും സ്വെറ്ററൊക്കെ വിൽക്കുവാറും ഊരി വെക്കേണ്ടി വരും. നല്ല ക്ലൈമറ്റ് ആട്ടോ, ഒരു രക്ഷയില്ല. ഞങ്ങൾ മുട്ടിൽ വന്നിട്ട് മാണ്ടാട് മേപ്പാടി റോഡിനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കറക്റ്റ് നെടുമ്പാലം എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് നമുക്ക് ഒരു ജംഗ്ഷനിൽ 2 റോഡ് സ്പ്ലിറ്റ് വരുന്നുണ്ട്. അതായത് നമുക്ക് റൈറ്റ് പോയിട്ടുണ്ടെങ്കിൽ മേപ്പാടിയും, സ്ട്രൈറ്റ് പോയാൽ നമ്മളെ നെല്ലാർച്ചാലുമാണ്. നമ്മളെന്തായാലും നെല്ലാർച്ചാല് ജസ്റ്റ് ഒന്ന് പോയിട്ടാണ് റിട്ടേൺ. ഈ ജംഗ്ഷനിൽ സ്ട്രൈറ്റാണ് നമുക്ക് ഇപ്പോൾ പോകേണ്ടത്. നമ്മൾ കറക്റ്റ് നെല്ലാർച്ചാല എത്തിയിട്ടുണ്ട്. നമുക്ക് ലെഫ്റ്റാണ് പോകേണ്ടത്. റൈറ്റിൽ നിന്ന് വന്ന് കയറുന്ന റോഡ് നമുക്ക് അമ്പലവയലിൽ നിന്നൊക്കെ വരുന്ന റോഡാണ്. അനുവോ, ഇതിൽ ഓൾറെഡി ഞാൻ റൂബീനെയും കൊണ്ട് വന്നിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. നെല്ലാർച്ചാൽ നമ്മൾ അന്ന് വന്നപ്പോൾ ഫുള്ള് ബ്ലോക്കായിരുന്നു. കാറും കൊണ്ടാണ് വന്നത്. കുറേ നേരം ബ്ലോക്കിൽ തന്നെ കിട്ടി. 1.5 മണിക്കൂർ ബ്ലോക്കിൽ കഴിഞ്ഞു. ഇതാണപ്പോൾ നമ്മളെ നെല്ലാർച്ചാല്. നമ്മൾ ഓൾറെഡി വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ്. ശരിക്കും ഇവിടെ വൈകുന്നേരമാണ് അടിപൊളി. വൈകുന്നേരം ഇഷ്ടം പോലെ ആൾക്കാരും കേട്ടോ, രക്ഷയില്ലാത്ത ആൾക്കാരും ഉണ്ടാവും. വൈകുന്നേരമൊക്കെ ആണെങ്കിൽ ഫുള്ള് ഫാമിലീസ് ആയിരിക്കുമല്ലോ. ഉപ്പിലിട്ട വേണ്ടെങ്കിൽ നമുക്ക് ഐസ്ക്രീം കഴിച്ചിട്ട് ഉപ്പിലിട്ട് കഴിച്ചാൽ പോലെ. ഒരു റൗണ്ട് നമുക്ക് ഇതിലൊക്കെ ഇറങ്ങിയിട്ട് ഐസ്ക്രീം കഴിക്കാം കേട്ടോ.
അതെന്നറിയോ മീൻ വളത്തിൽ വൈകുന്നേരം പറഞ്ഞല്ലേ കുറച്ചുകൂടെ ഒരു വൈബായിട്ടുണ്ടാവും. ഉച്ചയല്ലല്ലോ 9:45. വെയിൽ ചൂട് കൂടിക്കൂടി വരുന്നതായതുകൊണ്ട് വലിയതുണ്ടാവും. നമുക്ക് ഐസ്ക്രീം എടുക്കേണ്ടി വന്നിട്ട് അവിടെ ഇരുന്ന് കഴിക്കാം അല്ലേ? ഐസ് വൈബായിട്ടില്ല. നമുക്ക് എന്താ വേണ്ട? ചോക്കോബാറോ അല്ല മാംഗോ വേണം. ഏതല്ല ഇങ്ങനത്തെ കോണുണ്ട്, റെഡിമെയ്ഡ് കോണുണ്ട്. കോണല്ലാതെ ബാർ വേണ്ടേ? മാംഗോ ബാർ, ചോക്കോ ബാർ, മുന്തിരി, പൈനാപ്പിൾ, അവക്കാഡോ. ഏതിന്റെയാടാ? ഏതിന്റെയാ? ഫിസി അണ്ണാ പ്രോഡക്റ്റ്. ആ ഒന്ന് പറ്റുമോ? ഞങ്ങളപ്പോൾ ഇവിടെ കുറച്ചേരം ഇരുന്നിട്ട് മെല്ലെ റിട്ടേൺ പോകാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഓൾറെഡി ഇവിടെ വീഡിയോ ചെയ്തത് കൊണ്ട് എന്തായാലും ഇവിടെ നമ്മൾ ഇനി ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നൊന്നുമില്ല. ഞങ്ങളപ്പോൾ ഇവിടുന്ന് റിട്ടേൺ ആണ്. നേരെ മേപ്പാടി ടൗണ് വിളിച്ചിട്ട് അവിടെ ജസ്റ്റ് എവിടെയെങ്കിലും അടുത്ത് പോകണമെന്നാണ്. നമ്മളങ്ങനെ പ്ലാൻ ചെയ്ത് വരാത്തത് കൊണ്ട് ഇന്ന സ്ഥലമൊന്നുമില്ല, എവിടെയെങ്കിലും അടുത്ത് നമുക്ക് നോക്കാം. അപ്പം ഞങ്ങളിങ്ങനെ മേപ്പാടി കൂടെയൊക്കെ ഒന്ന് ജസ്റ്റ് കറങ്ങി. മേപ്പാടി തന്നെ കാന്തമ്പാറ എന്ന് പറഞ്ഞൊരു വാട്ടർഫാൾസ് ഉണ്ട് നമുക്ക്. അതിൻ്റെ അവിടെ എത്താനായിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഓപ്പൺ ആണോ എന്താ സിറ്റി എന്നുള്ള കറക്റ്റ് അറിയാം. ഞങ്ങൾ വെറുതെ വന്ന് നോക്കിയാണ്, പേര് നോക്കി നോക്കട്ടെ. ഏകദേശം എത്താനായിട്ടുണ്ട്. മേപ്പാടി നമുക്ക് മേപ്പാടി ടൗണിൽ നിന്ന് ഇങ്ങോട്ട് ഏകദേശം ഒരു 8 കിലോമീറ്റർ എത്തിയാന്ന് തോന്നുന്നു. കറക്റ്റല്ല, ഏകദേശം ആ റേഞ്ചാണുള്ളത്. നമ്മളിപ്പോൾ സ്പോട്ട് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് ടിക്കറ്റും കാര്യങ്ങളൊക്കെ എത്രയാണെന്ന് നോക്കട്ടെ. ആ 40 രൂപ അല്ലേ? രണ്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറി എന്തായാലും 40 ടിക്കറ്റ്. പിന്നെ വലിയ തിരക്കൊന്നുമില്ല. വെയിലാണ്, അത്യാവശ്യം നല്ല വെയിലുണ്ട്. പിന്നെ ഇങ്ങോട്ട് ഇറങ്ങി കുളിക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഞങ്ങൾ ഇറങ്ങുന്നൊന്നുമില്ല. ആൾക്കാർ ഈ സംഭവം തീരെ കുറവാട്ടോ. കുറച്ച് ആൾക്കാരൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നത്, നല്ല തിരക്കില്ല തീരെ. പിന്നെ കറക്റ്റ് സീസണും അല്ലല്ലോ ഇപ്പോൾ. ഇങ്ങനെ ഇരിക്കാനുള്ള സംഭവമൊക്കെ ചെയ്ത് കേട്ടോ, സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. നൈസാണ്. നമുക്ക് ഇവിടെ കുറച്ച് നേരം ഇരുന്നാലോ? എന്തായാലും വെയിലല്ലേ. സംഭവം ഇവിടെ ഇങ്ങനെ ഇരിക്കാനൊക്കെ അടിപൊളി കേട്ടോ. ഫാമിലിയായിട്ടൊക്കെ വന്നാൽ നൈസാണ് സംഭവം. ഇവിടെ മാത്രമായിട്ട് വന്നൊരു കാര്യമില്ല, ജസ്റ്റ് പ്ലാൻ ചെയ്തിട്ട് വരണം. നമ്മുടെ അടുത്ത് നമുക്ക് ഇനി സൂചിപ്പാറയുണ്ട്. അങ്ങനെ കുറച്ച് 2-3 സ്ഥലങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് വരണം. ഇവിടെ മാത്രമായിട്ട് വന്നിട്ടുള്ള അതിനുള്ള മുതലൊന്നുമില്ല. പിന്നെ ഒരാൾ ഇവിടെ ഉണ്ട് കേട്ടോ, ഫുള്ള് മാറിയിരിക്കുക. ഓക്ക് ഭയങ്കര മടി. എനിക്കും മടിക്ക് കുറവൊന്നുമില്ല, അതുകൊണ്ട് തന്നെ
കുഴപ്പമില്ല. നൈസാട്ടോ, ഇതിൻ്റെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നല്ല തണുപ്പുണ്ട്. എന്തായാലും എന്നാൽ ഞങ്ങൾ വെള്ളച്ചാട്ടത്തിൻ്റെ അങ്ങോട്ടും കൂടെ പോയി നോക്കട്ടെ. അപ്പോൾ ഇതാട്ടോ നമ്മളെ വെള്ളച്ചാട്ടം. നമുക്ക് താഴേക്ക് പോകാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. നമ്മൾ ജസ്റ്റ് പോയി നോക്കണം. എന്തായാലും കുറവാണ്, വെള്ളം കുറവാണ്, അതുകൊണ്ട് വലിയ രസമില്ല. എന്നാലും കുഴപ്പമില്ല. പുറത്തു കൂടെ ഇറങ്ങിക്കോ. അതോ നോക്കി ഇറങ്ങിക്കോ. മിക്കവാറും ഞാനായിരിക്കും വീഴുക, എന്നാലും ഇനിയും നോക്കി ഇറങ്ങിക്കോ. എൻ്റെ ഷൂവിന് തീരെ പിടിച്ചില്ല. ഇനി ഇറങ്ങുന്നോ? വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങുന്നോ? ഇല്ല, ഇത് ട്രൈ ചെയ്ത് നോക്കുന്നോ? ഇതിലും കുറവായിരുന്നു. സംഭവം നല്ല രസമുണ്ടല്ലേ? കുറച്ചുകൂടെ വെള്ളം വേണ്ടേ? ഇറങ്ങി കുളിക്കാനൊക്കെ പറ്റുന്നു. ബട്ട് പിന്നെ എപ്പോഴെങ്കിലും ഞങ്ങൾ ഇവിടെ കുറച്ച് തണൽ കിട്ടിയപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുക കേട്ടോ. പാറേൻ്റെ സൈഡിലായിട്ട് കുറച്ചിങ്ങനെ തണലുണ്ട്. വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ തന്നെ കേട്ടോ. ഇനിയിപ്പം നല്ല പോട്ടെ. എന്നാൽ നല്ല വെയിലായി തുടങ്ങിയിട്ടുണ്ട്. സമയം 12 മണിയായി. അപ്പോൾ അത്യാവശ്യം നല്ല ചൂടായി വരുന്നുണ്ട് വെയിലിന്. അപ്പോൾ നമ്മൾ ഒരുവിധം ഇവിടെ തിരിച്ചെത്തി, കയറിയെത്തി. വെയിലായതുകൊണ്ടേ ഭയങ്കര സീനാണ് നടന്നു വരല്. അപ്പോൾ ഞങ്ങൾ നല്ല റിട്ടേൺ പോവാണ്. നമ്മളെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇനി നമുക്ക് സ്ഥിരമായിട്ട് വീഡിയോ ചെയ്യണമെന്നൊക്കെ പ്രതീക്ഷിക്കുന്നതല്ല ചെയ്യണം. അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അനു ഒന്ന് നോക്ക്. അപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ബൈ.